ഹലോ ഓൾ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ അതിൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. ഒരു ബോഡി സ്വയം അതിൻ്റെ മേലെ തന്നെ ഫോഴ്സ് കൊടുത്താൽ അവിടെ ഒരു മോഷനും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ആയാൽ മാത്രമേ ഫോഴ്സസ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ബോഡി റെസ്റ്റിലായിരിക്കും. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ക്യാരം എടുത്തിട്ട് ഞാൻ ഒരു ടേബിളിൽ ജസ്റ്റ് ഒന്ന് തട്ട് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു ക്യാരം കുറച്ച് ദൂരം പോയിട്ട് നിൽക്കും. ഇനി ഞാൻ ഫ്രിക്ഷൻ കുറഞ്ഞിട്ടുള്ള ഐസുമേൽ ഈ ഒരു ക്യാരം വെച്ചിട്ട് ഞാനൊരു തട്ട് കൊടുക്കും. ആ തട്ട് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഞാൻ ഫ്രിക്ഷൻ നല്ല കുറവായിട്ടുള്ള ഒരു ടേബിൾമ വെച്ചിട്ട് ഇതിനൊരു തട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് കുറേ ദൂരം പോകും. അപ്പോൾ നമ്മൾ ഈ 3 കേസിൽ പറയുമ്പം ഫ്രിക്ഷൻ നന്നായിട്ട് തീരെ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അതായത് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അവിടെ 2 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ആ ബോഡി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കാം. അപ്പം അതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ ഒന്നെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ആണെങ്കിൽ ആ ബോഡി അതിൽ തന്നെ തുടരാൻ വേണ്ടി ആഗ്രഹിക്കും. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ് നമ്മളൊന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഒരു ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ബോഡിക്ക് എന്ത് വേണം? അതിൻ്റെ മേലെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സിൻ്റെ വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ അതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് ഒരു ബോഡീൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി ഒന്നെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയോ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. അതാണ് സ്ലെഡിങ്. സ്ലെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസിൻ്റെ മേലെ ചെയ്യുന്ന സ്നോൻ്റെ മേലെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ സ്ലെഡ്, ആ ഒരു വുഡൻ സംഭവത്തിനെയാണ് നമ്മൾ സ്ലെഡ് എന്ന് പറയുന്നത്. ഈ സ്ലെഡും ഈ കുട്ടിയും അതിൻ്റെ മേലെ ഒരു ചൈൽഡ് ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയും ഈ ഗ്രൗണ്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കും, വെയിറ്റ് എന്ന് പറയും, ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പം അതിന് ഈ ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നോർമൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി ക്യാൻസൽ ആവും. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ നമ്മളൊരു അഡൾട്ടിൻ്റെ ഫൂട്ട് കാണുന്നുണ്ട്. ഈ അഡൾട്ട് ഈ ഒരു സ്ലെഡ് മേലെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന് ഫോർവേഡ് ഒരു മോഷൻ ഉണ്ടാവും. ആ മോഷനെ ഒപ്പോസ് ചെയ്തും കൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇപ്പോൾ 0 ആണ്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ഈ സ്ലെഡ് നമ്മൾ കുറേ നേരം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സ്ലൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. അതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ വെച്ചിട്ടാണ് സ്ലെഡിങ് ആക്ടിവിറ്റി നടക്കുന്നത്. ഇനി നമ്മളൊരു കോൺസെപ്റ്റുവൽ എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. ഈ എക്സാമ്പിളിൽ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമായിട്ടുള്ള റോക്കറ്റ് ഷിപ്പ് എക്സാം ഉണ്ട്. അതിൽ ഒരു സ്പേസ് ഷിപ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കുന്നു? അതിൻ്റെ എൻജിൻ ഡൈ ചെയ്തിട്ട് അത് നിന്നു പോകുന്നു എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഇത് ന്യൂട്ടൻ്റെ ലോയും ആയിട്ട് നമ്മളിതിനെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ വാക്വമാണ്. സ്പേസ് ഷിപ്പ് വാക്വത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്തുകൊണ്ടേ നിൽക്കും? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പം ആക്ച്വലി അതിലെന്തായിരിക്കും? ഈ സ്പേസ് ഷിപ്പ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കണമായിരുന്നു. പക്ഷേ ഫിലിമിൽ കാണിക്കുന്നത് തെറ്റാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിലേക്കാണ്. ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൻ്റെ ലോ വാലിഡ് ആയിട്ടുള്ള ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അവിടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആയിരിക്കും. ഇവിടെ നമുക്ക് 3 എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനാണത്. ആ ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ പേഴ്സണും ആ വെഹിക്കിളും റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് V = 0 ഉണ്ട്. അപ്പം ഇനി ആക്സിലറേഷൻ നടക്കുകയാണ്. ആക്സിലറേഷൻ നടക്കുമ്പോൾ ആ വെഹിക്കിളിന് ഒരു വെലോസിറ്റി കിട്ടാണ്. അപ്പോൾ ആ വെലോസിറ്റിയിൽ ആ വെഹിക്കിൾ മൂവ് ചെയ്യാണ്. പക്ഷേ നമ്മളുടെ ബോഡി റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബോഡി അതിന് തന്നെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ ബോഡി റെസ്റ്റ് തന്നെ തുടർന്നുകൊണ്ടേ നിൽക്കും. പക്ഷേ ഈ ഒരു ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഈ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ
ഈ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. ബട്ട് ആക്ച്വലി ഈ പേഴ്സൺ റെസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ ഈ വെഹിക്കിളും ഈ പേഴ്സണും മോഷനിലാണ്. വെഹിക്കിളും പേഴ്സണും മോഷനിലാവുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്, അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ ഇത് സ്ലോ ഡൗൺ ചെയ്യാണ്. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ട്രെയിനും മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പേഴ്സണും ഫോർവേഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ പക്ഷേ ഈ ആക്സലറേഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് സൈഡിലേക്കാണ്. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡിലേക്ക് ആകുമ്പം നമ്മൾ ഫോർവേഡ് ആയിട്ട് പോകുന്ന പോലെ, അതായത് നമ്മൾ മുമ്പിലേക്ക് എറിയപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ്, അതായത് ഒരു ബോഡി മോഷനിൽ തുടർന്നുകൊണ്ടേ നിൽക്കുമ്പം ആ ബോഡി അതിന് തന്നെ ആഗ്രഹിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ്, നമ്മളൊരു വളവ് വളയുന്ന സമയത്ത് എന്താ ഇനേർഷ്യക്ക് സംഭവിക്കുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി നമ്മൾ ടൈം 0 ആവുന്ന സമയത്ത് ആ പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിലാണ്. അവിടെ നിന്ന് ആ ഒരു പേഴ്സൺ സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ട് നിന്ന് നമ്മൾ ഇനി ടേൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ടേൺ ചെയ്യാൻ പോകുമ്പം അവിടെ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാരണം ആക്ച്വലി ഈ വണ്ടി ടേൺ ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക്, അതായത് പുറത്തേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു.